റേഡിയോആക്റ്റീവ് ഐസോടോപ്സ് ഇൻ തെറാപ്പി എന്ന് മീൻ ചെയ്തിട്ടുള്ളത് നമ്മൾ തെറാപ്പി ദാറ്റ് ഈസ് ഫോർ തെറാപ്യൂട്ടിക് പർപ്പസിന് യൂസ് ചെയ്യുന്നത് ഫോർ ക്യൂറിങ് എ പെർട്ടിക്കുലർ ഡിസീസ് ഒരു ഡിസീസിൻ്റെ ക്യൂറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് തെറാപ്പി എന്ന് മീൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ തെറാപ്പി. ഡയഗ്നോസിസ് മീൻസ് വാട്ട്? ഡയഗ്നോസിസ് ഒരു ഡിസോർഡർ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ ടു ഫൈൻഡ് ഔട്ട് വെദർ he or she is infected with a disease. അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഡയഗ്നോസിസ്. തെറാപ്പി മീൻസ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ഇൻ കണ്ടീഷൻ. ഡിസ്ട്രക്ഷൻ ഓർ for curing a particular disease it is used. That is called therapy. Then research is for radioactive isotopes trace research purposes and sterilization of pharmaceutical. How these radioactive emissions are used in therapeutics? Because of their capacity to ionize atoms or because of their ability to penetrate cells. So എങ്ങനെയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എപ്പോഴും malfunctioning സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് malfunctioning ആയിട്ടുള്ള സെൽസ് ഇൻ കേസ് ഓഫ് റേഡിയോ തെറാപ്പി, അതായത് ക്യാൻസർ തെറാപ്പിക്ക് മാൽഫങ്ഷണലി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സെൽസിനെ എപ്പോഴും ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് radiations of short wavelength is having high penetration power than long wavelength. High penetration power ഉള്ളത് gamma rays നും short penetration power ഉള്ളത് beta rays നും ആണ്. അപ്പം greater the MeV of the rays, അതായത് MEV എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻ്റെ സ്ട്രെങ്ത് ആണ്. ആൻഡ് ആസ് വെൽ ആസ് ദ എനർജി മെഷർമെൻറ്റ് ഇൻവോൾവ് ഇൻ ദ റേഡിയേഷൻ ആൻഡ് ദ റിസൾട്ടിംഗ് ഇൻ അയണൈസേഷൻ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ മില്യൺസ് ഓഫ് ഇലക്ട്രോൺ വോൾട്ട് ആണ് MEV എന്ന് പറയുന്നത്. സോ ആ ഓരോ റേഡിയേഷൻസിൻ്റെയും പവറാണ് MEV എന്ന് പറയുന്നത്. ഗ്രേറ്റർ MEV എന്ന് പറയുന്നത് മോർ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കുന്നത് ഗ്രേറ്റർ MEV ഉള്ളതാണ്. സോ സറൗണ്ടിങ് ടിഷ്യൂസിന് കൂടുതലായിട്ടുള്ള ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യുന്ന MEV കൂടുതലുള്ള റേസ് ആയിരിക്കും. ദാറ്റ് ഈസ് റേഡിയേഷൻസ്. സോ ഈ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിന് മാൽഫങ്ഷനിങ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, അതായത് ക്യാൻസർ സെൽസ് ഓർ മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്ന സെൽസിനെ കോസ് ചെയ്യാനായിട്ട് ക്യാൻസർ സെൽസിനെ ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി ഇൻ കേസ് ഓഫ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓർ ക്യാൻസേഴ്സ്. Examples ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. That is gold 198 AU is used in the treatment of abdominal and pleural effusions associated with malignant tumors. And 198 AU is also associated in the treatment of carcinoma of uterus and urinary bladder. And cobalt labeled cyanocobalamin is used in the diagnosis of pernicious anemia. Sodium iodide is used in the treatment of thyroid disorders, and calcium is used in the carcinoma of bone. Okay, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് എപ്പോഴും ട്യൂമേഴ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്യൂമേഴ്സ് ഷ്രിങ്ക് ചെയ്ത് വരും ബിക്കോസ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് മാലിഗ്നന്റ് സെൽസ്. ഓക്കെ, നമുക്ക് ഇൻറ്റേർണലിയും എക്സ്റ്റേർണലി ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എക്സ്റ്റേർണലി ആണെങ്കിൽ ഓർ ഇംപ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സീൽഡ് ക്യാപ്സ്യൂൾസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സ്റ്റേർണലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേരെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി മാറും. ഇനി ഇൻറ്റേർണലി ആണെങ്കിൽ ഡോസ് കനോട്ട് ബി സ്റ്റോപ്ഡ് ബൈ ദ റിമൂവൽ ഓഫ് ദ സോഴ്സ്. അപ്പം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റേർണലി കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് T-half ഒക്കെ കറക്റ്റ് നോക്കിയിട്ടേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 8 days ആണ് T-half എങ്കിൽ 8 days ഇൻറ്റേർണലി അങ്ങനെ 8 days അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻ ഡയഗ്നോസിസ്. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഡയഗ്നോസ്റ്റിക് പർപ്പസസിന് യൂസ് ചെയ്യുന്ന റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ എക്സാമ്പിൾസ്. ലേബിൾഡ് സൈനോകോബാലമിൻ യൂസ്ഡ് ഇൻ മെഷറിംഗ് ദ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, GFR മെഷർ ചെയ്യാനായിട്ട് ലേബിൾഡ് ആയിട്ടുള്ള സൈനോകോബാലമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫെറിക് സിട്രേറ്റ് ഇഞ്ചക്ഷൻ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് കൊളോയിഡൽ ഗോൾഡ് ഇഞ്ചക്ഷൻ ഇസ് യൂസ്ഡ് ടു സ്റ്റഡി ബ്ലഡ് സർക്കുലേഷൻ ഇൻ ലിവർ. And sodium iodide injection നമ്മൾ ഓൾറെഡി പഠിച്ചു for the proper functioning of thyroid gland. Sodium iodohydrate injection renal function study ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So 1 or 2 examples you can note in study. റിസർച്ചിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? എക്സലൻറ്റ് ബയോളജിക്കൽ ആൻഡ് മെഡിസിനൽ സ്റ്റഡീസ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് വിത്ത് റേഡിയോആക്റ്റീവ് ഐസോടോപ്സ് ട്രേസസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിൽ സ്റ്റഡീസ് ഓൺ ഗോയിങ് ആണ് റിസർച്ച് ഏരിയാസിൽ ഫോർ ഡിഫറെൻറ്റ് അബ്നോർമാലിറ്റീസ് ഓർ ഡിസീസസ്. ഇനി സ്റ്റെറിലൈസേഷൻ്റെ കേസിലാണെങ്കിൽ ഈ റേഡിയേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഫൈനൽ പാക്ഡ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഹോസ്പിറ്റൽ ഫൈനൽ പാക്ഡ് കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽസിന് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇറ്റ് ക്യാൻ പെനിട്രേറ്റ് ദിസ് കണ്ടെയ്നേഴ്സ്. ഈ റേഡിയേഷൻസിന് എപ്പോഴും
ഈ കണ്ടെയ്നേഴ്സ് പെനിട്രേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഫൈനൽ പാക്ഡ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. It is helpful in such a way that there is no heat or chemical is involved, and thermolabile substances, heat node sensitive ആയിട്ടുള്ള substances sterilize ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. In such cases we can use these radiations like vitamins, hormones, antibiotics can be safely sterilized using this radiations or radiopharmaceuticals. So thus it helps in the sterilization of radiopharmaceuticals. For examples, കുറച്ച് examples include ചെയ്തിട്ടുണ്ട്, just അത് നിങ്ങൾ go through ചെയ്താൽ മതി. And next is hazards of radioactivity. Already it is said എന്തൊക്കെയാണ് hazards of radioactivity. These radiations can cause ionization in cells which causes mutations. DNA mutations, DNA ionize ചെയ്യാനുള്ള capacity ഉള്ളതുകൊണ്ട് തന്നെ mutations cause ചെയ്യാണ്, cancer causing ആണ്. So it causes the gene mutation and it may affect the affects continuously and rapidly dividing tissues of cells such as bone marrow, mucosa of gut, gonads, fetus, etc. and cold ചെയ്യാനുള്ള chances ഉണ്ട്. Skin and soft tissuesനെ ഡാമേജ് വരുത്താനുള്ള സാധ്യതയുണ്ട്. ബോൺ മാരോ is highly damaged due to radiation exposure and results in leukemia. ബോൺ മാരോ ഡാമേജ് ഒക്കെ ലുക്കീമിയ കോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ കോളൻ, യൂറിനറി ബ്ലാഡർ, ലിവർ എല്ലാം ഡാമേജ്ഡ് ആകും because of this radiations. So എന്ത് ചെയ്യണം? Personnel working with radioactive substances are recommended to protect themselves by lead shielding. Lead shielded ആയിട്ടുള്ള ക്ലോത്തിങ് എപ്പോഴും വെയർ ചെയ്തിട്ട് ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദാറ്റ് ഹസാർഡ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ദാറ്റ് ഇസ് റേഡിയോആക്റ്റീവ് ഐസോട്ടോപ്സ് നമ്മൾ എപ്പോഴും ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എപ്പോഴും ബോഡിയിൽ ലോങ് ടൈം ആയിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു റേഡിയോആക്ടിവിറ്റി തീരുന്നത് വരെ ഒരിക്കലും നമ്മൾ പോണ്ടർ ചെയ്യാനായിട്ട് പാടില്ല. ബിഫോർ ഗെറ്റിംഗ് എക്സ്ട്രീറ്റഡ് ആൻഡ് ഇറ്റ് റിമെയിൻസ് ഇൻ ദ ബോഡി ഫോർ ലോങ് ടൈം, മീൻസ് അതിൻ്റെ ഹാഫ് ലൈഫ് കഴിയുന്നത് വരെ അത് ബോഡിയിൽ തന്നെ റിമെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് കണ്ടിന്യൂസ്ലി എമിറ്റ് റേഡിയേഷൻ വിച്ച് ഗെറ്റ് അബ്സോർബ്ഡ് ബൈ ദ സറൗണ്ടിങ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഓക്കെ, ആൻഡ് റേഡിയേഷൻസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്. ആൻഡ് റേഡിയേഷൻ സോഴ്സ് കംപ്ലീറ്റ്ലി ഇപ്പോൾ എക്സ്റ്റേർണലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ റേഡിയേഷൻ സോഴ്സ് മൊത്തം കംപ്ലീറ്റ്ലി നമ്മൾ എടുത്ത് മാറ്റിയാലാണ് ആ റേഡിയേഷൻ നിൽക്കുകയുള്ളൂ. ഓക്കെ, ദ എക്സ്ക്രീഷൻ ഓഫ് റേഡിയോ ഐസോട്ടോപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് വിച്ച് ഡിപ്പെൻഡ്സ് upon the biochemical and physiological properties of the chemical but not on the radionuclide. Okay.